നമസ്കാരം. അപ്പോൾ നമുക്ക് ഇന്നത്തെ കഥകളിലേക്ക് കടക്കാം. അയോധ്യ ഭരിച്ചിരുന്ന മഹാരാജാവാണ് ദശരഥൻ. അദ്ദേഹത്തിന് 3 പത്നിമാരാണ് ഉണ്ടായിരുന്നത്: കൗസല്യ, കൈകേയി, സുമിത്ര. പുത്രന്മാരില്ലാത്ത ദുഃഖം രാജാവിനെയും പത്നിമാരെയും അലട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ദശരഥ മഹാരാജാവ് തൻ്റെ കുലഗുരുവായ വസിഷ്ഠനോട് തൻ്റെ സങ്കടം ഉണർത്തിക്കുന്നത്. അപ്പോൾ വസിഷ്ഠ മഹർഷി പറഞ്ഞു, പുത്രകാമേഷ്ടിയാഗം നടത്തിയാൽ രാജാവിനും പത്നിമാർക്കും സൽസന്താനങ്ങളുടെ ലബ്ധി ഉണ്ടാകുന്നതാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഒരു പുത്രകാമേഷ്ടിയാഗം നടത്തണമെന്ന് പറയുകയാണ്. അപ്പോൾ പുത്രകാമേഷ്ടിയാഗം നടത്തുമ്പോൾ അത് ഋഷ്യശൃംഖൻ്റെ നേതൃത്വത്തിലായിരിക്കണം നടത്തേണ്ടത്. ഋഷ്യശൃംഖൻ എന്ന് പറയുന്നത് ദശരഥ മഹാരാജാവിന് കൗസല്യാദേവിയിലുണ്ടായ പുത്രി ശാന്തയുടെ പതിയാണ് ഋഷ്യശൃംഖൻ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ സരയൂ തീരത്ത് ഒരു പർണശാലയൊക്കെ കെട്ടി യാഗം ആരംഭിക്കുകയാണ് ചെയ്യുന്നത്. യാഗത്തിൻ്റെ പരിസമാപ്തിയിൽ ഹോമാഗ്നിയിൽ നിന്നും അഗ്നിദേവൻ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ അഗ്നിദേവൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അഗ്നിദേവൻ്റെ കയ്യിൽ ഒരു പാത്രമുണ്ട്. അപ്പോൾ ആ പാത്രത്തിൽ കുറച്ച് പായസം. അപ്പോൾ പായസം രാജാവിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറയാണ്, ഈ പായസം പത്നിമാർക്ക് കൊടുത്താൽ മതി, അവർക്ക് സന്താന ലബ്ധി ഉണ്ടാകും. അപ്പോൾ രാജാവ് എന്ത് ചെയ്തു? പായസം കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്ത് കൗസല്യാദേവിക്ക് ആദ്യം കൊടുത്തു. ബാക്കി ഉണ്ടായിരുന്നത് കൈകേയി ദേവിക്കും കൊടുത്തു. പിന്നീട് ഒരു പത്നി കൂടെ നിൽക്കുന്നുണ്ട്, സുമിത്രാദേവി. സുമിത്രയ്ക്ക് കൊടുക്കാൻ പായസം ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്ത് ചെയ്തു? കൗസല്യാദേവി തൻ്റെ പായസത്തിൻ്റെ പകുതി സുമിത്രയ്ക്ക് കൊടുത്തു. ഇത് കണ്ട കൈകേയി ദേവി തനിക്ക് കിട്ടിയ പായസത്തിൻ്റെ പകുതി സുമിത്രയ്ക്ക് കൊടുത്തു. അങ്ങനെ അവർ പായസം വളരെ സന്തോഷത്തോടെ കഴിച്ചു. കുറച്ച് നാളുകൾക്ക് ശേഷം 3 പത്നിമാരും ഗർഭാവസ്ഥയിലേക്ക് കടന്നു. അപ്പോൾ രാജാവിന് ഭയങ്കര സന്തോഷമായി, കാരണം അവർക്ക് പുത്രന്മാരില്ലാത്തൊരു ദുഃഖം ഉണ്ടായിരുന്നല്ലോ. മാസങ്ങൾക്ക് ശേഷം അവരുടെ ഗർഭാവസ്ഥ പൂർണ്ണ വളർച്ചയെത്തി. കൗസല്യാദേവി ശ്രീരാമദേവന് ജന്മം നൽകി. പുണർദം നക്ഷത്രത്തിലായിരുന്നു ശ്രീരാമദേവൻ്റെ ജനനം. അതിനുശേഷം ഭരതൻ, പിന്നീട് ശത്രുഘ്നൻ, ലക്ഷ്മണൻ ഇവരുടെയും ജനനം ഉണ്ടാവുകയാണ് ചെയ്തത്. ഭഗവാൻ ജനിച്ചപ്പോൾ കൗസല്യാദേവിയുടെ മുമ്പിൽ ഭഗവാൻ വിശ്വരൂപ ദർശനം നടത്തി. കൗസല്യാദേവി സന്തോഷത്തോടെ തൻ്റെ പുത്രനെ വരവേൽക്കുകയാണ് ചെയ്തത്. ഉടനെ തന്നെ മഹാവിഷ്ണു തൻ്റെ വിശ്വരൂപ ദർശനം മാറ്റി കുഞ്ഞു കുട്ടിയായിട്ട് കൗസല്യാദേവിയുടെ അടുത്ത് വന്ന് കിടന്നു. അപ്പോൾ ഭഗവാൻ തൻ്റെ അമ്മയ്ക്ക് തൻ്റെ വിശ്വരൂപ ദർശനം കാണിച്ചു കൊടുക്കുകയുണ്ടായി. കാണിച്ചു കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ, താൻ ഭഗവാനാണ്, താനൊരു അവതാര ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ് മനുഷ്യനായിട്ട് ഭൂമിയിൽ ജനിച്ചിരിക്കുന്നതെന്ന് മാതാവിനെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ആ വിശ്വരൂപ ദർശനം കാണിച്ചത്. വിശ്വരൂപ ദർശനം കണ്ടിട്ട് കൗസല്യാദേവി ശ്രീരാമദേവനെ മഹാവിഷ്ണുവിനെ സ്തുതിക്കുന്ന രംഗമൊക്കെ നമുക്ക് രാമായണത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ പുത്രന്മാരൊക്കെ ജനിച്ച് രാജാവ് അതീവ സന്തുഷ്ടനായിട്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ അതിനുശേഷം പുത്രന്മാരുടെ ജാതകകർമ്മം, പേരിടൽ ചടങ്ങുകളൊക്കെ നടത്താൻ പോവുകയായിരുന്നു. അപ്പോൾ ആദ്യം കൗസല്യാദേവിയുടെ പുത്രനാണ് പേരിടാനായിട്ട് പോകുന്നുണ്ടായിരുന്നത്. അപ്പോൾ കൗസല്യാദേവിയുടെ പുത്രനെ എടുത്ത സമയത്ത് ശ്യാമളവർണ്ണമാണ്. അപ്പോൾ ആ ശ്യാമളവർണ്ണം കണ്ടിട്ട് കുട്ടിക്ക് ശ്രീരാമൻ എന്ന് പേര് കൊടുത്തു. അതിനുശേഷം കൈകേയി ദേവിയുടെ പുത്രനെ എടുത്തു. കൈകേയി ദേവിയുടെ പുത്രനെ എടുത്തപ്പോൾ ആ മുഖം കണ്ടപ്പോഴത്തേക്കും ഒരു ഭരണ നിപുണൻ, അതായത് രാജ്യം ഭരിക്കാൻ കഴിവുള്ള ഒരാളാണ് എന്ന മുഖത്ത് തന്നെ കണ്ടപ്പോൾ ആ പുത്രന് ഭരതൻ എന്ന് പേരിട്ടു. അതിനുശേഷമാണ് സുമിത്രാദേവിയുടെ 2 പുത്രന്മാർ. സുമിത്രയ്ക്ക് 2 പുത്രന്മാരാണ് ഉണ്ടായിരുന്നത്. കാരണം എന്താ വെച്ചാൽ കൈകേയി ദേവിയുടേതും കൗസല്യാദേവിയുടേതും ഓരോരോ പങ്ക് പായസം സുമിത്രാദേവി കഴിച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ട് സുമിത്രാദേവിക്ക് 2 പുത്രന്മാരാണ് ഉണ്ടായിരുന്നത്: ലക്ഷ്മണനും ശത്രുഘ്നും. മഹാരാജാവും പത്നിമാരും 4 പുത്രന്മാരോടുകൂടി അയോധ്യയിൽ അവരുടെ ബാല്യകാലം ആഘോഷിക്കുകയായിരുന്നു. അപ്പോൾ വസിഷ്ഠ ഗുരുവിൻ്റെ നേതൃത്വത്തിൽ കുട്ടികൾക്കുള്ള ആയോധന വിദ്യാഭ്യാസ കാര്യങ്ങളെല്ലാം മുറ പോലെ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വിദ്യാഭ്യാസവും എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കി ബാല്യകാലം കടന്ന് പുത്രന്മാർ, അതായത് ശ്രീരാമദേവനും ഭാരതലക്ഷ്മണ ശത്രുഘ്നന്മാരും അവരുടെ കൗമാര കാലത്തിലേക്ക് എത്തി. അങ്ങനെ ഒരിക്കൽ വിശ്വാമിത്ര മഹർഷി അയോധ്യയിലേക്ക് സന്ദർശനം നടത്തുകയുണ്ടായി. അപ്പോൾ സന്ദർശനം നടത്തിയതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം നടത്തുന്ന യാഗങ്ങളെല്ലാവരും കുറേ അസുരന്മാർ വന്ന് തടസ്സപ്പെടുത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ അസുരന്മാരെ കൊന്ന് തൻ്റെ യാഗത്തെ സംരക്ഷിക്കണം എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. അപ്പോൾ മഹാരാജാവിനെ കണ്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നാം എല്ലാ ദിവസവും ഓരോ യാഗം നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് അമാവാസി നാളിൽ ഓരോരോ യാഗങ്ങൾ നടത്താറുണ്ട്. അപ്പോൾ ഈ യാഗങ്ങളെല്ലാം അസുരന്മാർ വന്ന് അലങ്കോലപ്പെടുത്തുകയാണ്. അപ്പോൾ നമുക്ക് യഥാവിധി യാഗങ്ങളൊന്നും തന്നെ നടത്താൻ സാധിക്കുന്നില്ല. അപ്പോൾ തൻ്റെ ഈ യാഗത്തെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ശ്രീരാമനെയും ലക്ഷ്മണനെയും തൻ്റെ കൂടെ അയക്കണം എന്ന് വിശ്വാമിത്ര മഹർഷി ദശരഥ മഹാരാജാവിനോട് പറയുക ചെയ്യുന്നത്. ഗത്യന്തരമില്ലാതെ ദശരഥ മഹാരാജാവ് ശ്രീരാമദേവനെയും ലക്ഷ്മണനെയും അദ്ദേഹത്തിന് കൂടെ പറഞ്ഞു വിടുക ചെയ്യുന്നത്. അപ്പോൾ അവർ കൗമാര പ്രായമാണ്. കൊട്ടാരത്തിലെ സുഖസൗകര്യങ്ങളിലൊക്കെ ജീവിച്ചു വന്ന കുമാരന്മാരാണ്. അപ്പോൾ പോകുന്ന വഴി വിശ്വാമിത്ര മഹർഷി അവരോട് പറയാണ്, കുമാരന്മാരെ, അപ്പോൾ നിങ്ങൾ ഇത്രയും സുഖസൗകര്യങ്ങളിൽ ജീവിച്ച ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു നേരത്തെ വിശപ്പ് പോലും നിങ്ങൾക്ക് സഹിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിശിഷ്ടമായ ഒരു മന്ത്രം നിങ്ങൾക്ക് ഉപദേശിച്ചു തരാം. അത് വിശപ്പിനെയും ദാഹത്തെയും ശമിപ്പിക്കുന്നതാണ്. അപ്പോൾ ആ മന്ത്രം ഉരുവിട്ടാൽ നമുക്ക് വിശപ്പും ദാഹമൊന്നും
അനുഭവപ്പെടില്ല എന്നാണ് പറയുന്നത്. ബല അതിബല എന്നാണ് ആ മന്ത്രത്തിൻ്റെ പേര്. അപ്പോൾ ആ മന്ത്രം രഹസ്യമായിട്ട് രാമലക്ഷ്മണന്മാർക്ക് മഹാമുനി ഉപദേശിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവർ സരയൂ നദി കടന്ന് ഗംഗാ നദി കടന്ന് താടകാ വനത്തിലിട്ട് പ്രവേശിച്ചു. അപ്പോൾ താടകാ വനത്തിലിട്ട് പ്രവേശിച്ചപ്പോൾ മഹർഷി പറഞ്ഞു, ഇത് ഘോരമായുള്ള താടക എന്ന് പറയുന്ന ഒരു യക്ഷി താമസിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടെ പ്രവേശിച്ചാൽ യക്ഷി നമ്മളെല്ലാവരെയും, അതായത് ഇവിടെ പ്രവേശിക്കുന്ന ആരെയും താടക വധിക്കും. കാരണം ഇത് താടകയുടെ രാജ്യമാണ്. അപ്പോൾ താടകയുടെ അനുവാദമില്ലാതെ ആർക്കും ഇതിലേക്ക് പ്രവേശിക്കാനോ ഇതുവഴി പോകുവാനോ കഴിയാറില്ല. അതുകൊണ്ട് തന്നെ ആരും ഈ വഴി പോകാറുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ട ശ്രീരാമദേവൻ തൻ്റെ അമ്പെടുത്ത് ഒന്ന് തൊടുത്തു വിട്ടു. അപ്പോൾ ഈ ശബ്ദം കേട്ടിട്ട് താടക അങ്ങോട്ട് വരികയും ശ്രീരാമദേവനുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടുകയും ചെയ്തു. അങ്ങനെ താടക വനത്തിൽ വെച്ചിട്ട് ശ്രീരാമദേവൻ താടകയെ വധിച്ചു. അങ്ങനെ അവർ അവസാനം സിദ്ധാശ്രമത്തിലേക്ക് എത്തി. സിദ്ധാശ്രമം എന്ന് പറയുന്നത് വിശ്വാമിത്ര മഹർഷിയുടെ ആശ്രമമാണ്. അപ്പോൾ യാഗം തുടങ്ങിയ സമയത്ത് അസുരന്മാരുടെ ശല്യമൊക്കെ തുടങ്ങി. സുബാഹു, മാരീചൻ ഇവർ രണ്ടുപേരാണ് പ്രധാനപ്പെട്ട അസുരന്മാർ. അതായത് യാഗം മുടക്കിക്കൊണ്ടിരുന്ന പ്രധാനപ്പെട്ട അസുരന്മാരായിരുന്നു സുബാഹു, മാരീചനും. അപ്പോൾ യാഗം തുടങ്ങിയ സമയത്ത് ഇവർ യാഗം നശിപ്പിക്കാനായിട്ട് വന്നതും ശ്രീരാമദേവൻ ലക്ഷ്മണദേവനും കൂടെ അവർക്കെതിരെ യുദ്ധം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒടുവിൽ ശ്രീരാമദേവൻ്റെ ബാണമേറ്റ് സുബാഹു മരിച്ചു വീണു. ഇത് കണ്ടപ്പോഴത്തേക്ക് മാരീചന് ഭയങ്കരമായിട്ട് പേടി തോന്നി. ഇപ്പോൾ മാരീചൻ എന്ത് ചെയ്തു? മാരീചൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. ലക്ഷ്മണദേവൻ ബാക്കിയുള്ള അസുരന്മാരെയും എല്ലാവരെയും വധിച്ചു. അങ്ങനെ അവർ യാഗമൊക്കെ സംരക്ഷിച്ച് വിശ്വാമിത്ര മഹർഷിക്ക് സന്തോഷമായി. വിശ്വാമിത്ര മഹർഷി രാമലക്ഷ്മണന്മാരോടായിട്ട് പറയുകയാണ്, വിദേഹ രാജ്യത്ത്, ജനകൻ്റെ രാജ്യത്ത് ജനകൻ വലിയൊരു മഹോത്സവം നടത്തുന്നുണ്ട്. ഒപ്പം ജനകൻ്റെ പുത്രി ജാനകിയുടെ സ്വയംവരവും നടത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതുവഴിയൊന്ന് പോയി ഉത്സവവും സ്വയംവരവും ഒക്കെ കണ്ടിട്ടൊന്ന് വരാമെന്ന് പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ രാമലക്ഷ്മണന്മാർ വിശ്വാമിത്രൻ്റെ നിർദ്ദേശപ്രകാരം ജനക മഹാരാജാവിൻ്റെ രാജ്യത്തേക്ക് യാത്ര തിരിച്ചു. അപ്പോൾ പോകുന്ന വഴി അവർ ഗൗതമാശ്രമം വഴിയാണ് പോകുന്നത്. ഗൗതമാശ്രമം കണ്ടിട്ട് വിശ്വാമിത്രൻ ശ്രീരാമലക്ഷ്മണന്മാരോട് പറയാണ്, ഇത് ഗൗതമാശ്രമമാണ്. ഗൗതമ മഹർഷിക്ക് സുന്ദരിയായിട്ടുള്ള ഒരു പത്നി ഉണ്ടായിരുന്നു, അഹല്യ എന്നാണ് പേര്. അങ്ങനെ അഹല്യാദേവിയും ഗൗതമ മഹർഷിയും സന്തോഷത്തോട് കൂടിയിട്ട് ഈ ആശ്രമത്തിൽ കഴിഞ്ഞു വരികയായിരുന്നു. അഹല്യാദേവിയുടെ സൗന്ദര്യം കണ്ട ആകർഷണമായിട്ടുള്ള ഇന്ദ്രദേവൻ ഒരിക്കൽ ഗൗതമ മഹർഷി സ്നാനം ചെയ്യാനായിട്ട് നദിക്കരയിലേക്ക് പോയപ്പോൾ ഗൗതമ മഹർഷിയുടെ രൂപത്തിൽ അഹല്യാദേവിയുടെ അടുത്ത് വരികയും അഹല്യാദേവിയെ പ്രാപിക്കുകയും ചെയ്തു. ആ സമയം കുളി കഴിഞ്ഞ് വന്ന ഗൗതമ മഹർഷി കണ്ടത് തൻ്റെ പത്നി തൻ്റെ തന്നെ രൂപം ധരിച്ച വേറൊരാളുടെ കൂടെ അവിടെ കട്ടിലിൽ ശയിക്കുന്നതാണ് കണ്ടത്. ഇത് കണ്ട് ഗൗതമ മഹർഷി വളരെയധികം ദേഷ്യവും സങ്കടമൊക്കെ വന്ന് ഗൗതമ മഹർഷി ശപിക്കുകയാണ് ചെയ്തത്. അഹല്യാദേവിയോട് പറഞ്ഞത്, നീ സംവത്സരോളം ഇവിടെ ഒരു കല്ലായിട്ട് തന്നെ ഇരിക്കുക. സംവത്സരങ്ങൾക്ക് ശേഷം മഹാവിഷ്ണു ശ്രീരാമാവതാരം എടുക്കുകയും ഇതുവഴി പോകുമ്പോൾ അദ്ദേഹത്തിന് പാദസ്പർശമേറ്റ് അഹല്യയ്ക്ക് ശാപമോശം ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് ഗൗതമ മഹർഷി ആശ്രമം വിട്ടു പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കഥകളൊക്കെ കേട്ട ശ്രീരാമദേവൻ ആശ്രമത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയും അവിടെ ഒരു ശിലയായിട്ട് മാറിയിരുന്ന അഹല്യാദേവിയെ തൊഴുത് നമസ്കരിക്കുകയും അദ്ദേഹത്തിന് പാദസ്പർശം മൂലം അഹല്യാദേവിക്ക് ശാപമുക്തി ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മൾ കർക്കിടകം 2-ാം ദിവസം നമ്മൾ പാരായണം ചെയ്യുന്ന ഭാഗങ്ങളിലെ കഥ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ശ്രീരാമദേവൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.